ഹലോ ഗുഡ് മോർണിംഗ്. അതെ അതെ, ഗുഡ് മോർണിംഗ്. ലേറ്റാണ് നീ. നമ്മളിനി എടപ്പള്ളി വരെ എത്തണം. അല്ല കുഴപ്പമില്ല, പിന്നെ ലുലു ആയതുകൊണ്ട് നമുക്ക് ലേറ്റായാലും 15 മിനിറ്റ് പരസ്യമില്ലേ? അതെ, അതിൻ്റെ ഒരൊറ്റ ഇതിലാണ് ഞാൻ ഇങ്ങനെ പോകാൻ പറ്റുമോ. സൈഡിലൊരു നീളമുള്ള വണ്ടിയാണല്ലോ. സാഹസികമായി ചാടിക്കടന്നിരിക്കുന്നു. ഇതല്ല, ഇതിനപ്പുറം ചാടിക്കടന്ന്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് രാവിലെ തന്നെ ഡ്രൈവിംഗ് സ്കിൽസ് പരീക്ഷിക്കുന്നത്. ഇനി നമ്മൾ സാഹസികമായി ലുലു വരെ എത്തണം, ഈ ട്രാഫിക്കും കടന്ന്. ഒന്നുമില്ല, ഹോൺ അടിച്ച് നമ്മൾ മറ്റേ ഹെഡ്ലൈറ്റും ബീം ചെയ്ത് ആംബുലൻസ് അത്യാഹിത സിനിമ കാണാൻ. ഇന്നലെ ഞാൻ രാത്രിയോട് ഇറങ്ങിയേ കവിത തിയേറ്ററിൽ. അത് നിറച്ചു ജനം. നീ രാത്രി ഇറങ്ങിയാ? വെറുതെ ഇറങ്ങി. ഒരു ജനം, പട ആൾക്കാര് ഭയങ്കരമായി ഫുള്ള് സിനിമയെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ മറ്റേ പടത്തിന് ഈ പടത്തിന് നീ ഇന്നലെ അയച്ചതോടുകൂടി മാത്രമാണ് ഞാൻ രാവിലെ ടിക്കറ്റ് എടുത്തത്. അത് എനിക്കും വലിയ മൂഡിലായിരുന്നു. പക്ഷെ അവിടെ ദുബായിൽ ഫ്രണ്ട്സ് ഉണ്ട്, അവര് ഉണ്ടായിരുന്നു. സ്ലീപ്പൊക്കെ ജിഞ്ചർ അവിടെ ഉണ്ടോ? രാത്രി അവനാ അവിടെ ഡ്യൂട്ടി ചെയ്യുന്നു. 3 മറ്റേ ചോക്ലേറ്റ് ഒക്കെ വെച്ചോണ്ടുള്ള ഫോട്ടോ കണ്ടല്ലോ. അവൻ ചോക്ലേറ്റ് ഒക്കെ തിന്നുന്ന പ്രായം. ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രായത്തിനല്ല, നമ്മളെല്ലാ ഒരെണ്ണം ഞാൻ വെച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. കൊള്ളാം കേട്ടാ, അടിപൊളി ചോക്ലേറ്റ്, രസമുണ്ട്. നിന്റെ ഇനിയുണ്ടോ? കഴിഞ്ഞു. അതെല്ലാം നോക്കിയോ? ആണോ? അല്ല, ഇനിയിപ്പോ നീ ദുബായ് പോയിട്ടല്ലേ വരുമ്പോ കൊണ്ടുവന്നത്. 2 അങ്ങനെ ബാഗിൽ തപ്പിയാ കാണും. നാട്ടില് V60 തുടങ്ങുമ്പോ ഇറക്കിയാ മതി, വൈറ്റ് സ്പ്രെഡ് ആയിട്ട്. അത്യാവശ്യം വേറെ ഫ്ലേവറൊക്കെ ഇറക്കിക്കോ. ഫ്ലേവർ 2-3 അങ്ങനെ മൈൻഡിലുണ്ട്. സ്ട്രോബെറി ക്രീം. ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തത് കുനാഫ ഇറക്കണം. കുനാഫൊന്നും ഇഷ്ടമല്ലാത്ത സാധനം. അത് ഒട്ടോട്ടേ കഴിച്ചിട്ടുള്ളത്. നാട്ടുകാർക്ക് ഇഷ്ടമാണ്, അല്ലേ വൈറലായതാ മറ്റേ ചോക്ലേറ്റ്. അത് പറഞ്ഞ അങ്ങനെ ഓവർ ഹൈപ്പ് ചെയ്യുമ്പോഴേ കുനാഫ വൈറൽ പിസ്താഷിയോ കുനാഫ ചോക്ലേറ്റ്. അത് ഞാൻ കഴിച്ചിട്ട് 1-2 വട്ടം കഴിച്ചിട്ടുള്ളൂ. ഫിക്സ് അല്ലേ? ഫിക്സ് ഒറ്റ വട്ടം കഴിച്ചിട്ടുള്ളൂ. പിന്നെ കഴിക്കുന്നത് ഞാൻ വരെ അത്ര ഹൈപ്പ് ഉണ്ടായിട്ട് ഞാൻ ഈ അടുത്താണ് കഴിക്കുന്നത്. എനിക്കും വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ക്രേവിംഗ് ഒന്നും തോന്നിയൊന്നുമില്ല. പിസ്താഷ്യോ ഞാൻ വലിയ ഫാനാണ്. എനിക്ക് പിസ്താഷ്യോ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ആ ട്രെൻഡ് വന്നതിന് ശേഷം എല്ലാം പിസ്താഷ്യോ. ഏത് മിൽക്ക് ഷേക്ക് പണ്ടേ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഇതൊക്കെ ഒന്നുകൂടെ പോപ്പുലർ ആയി. പിസ്താഷ്യോ ലാറ്റെ എല്ലാം കൂടെ വാരി വലിച്ച് എല്ലായിടത്തും പിസ്താക്കി. പിന്നെ അത് എനിക്കൊരു മടുപ്പായി. അത് ഓവറായിട്ട് എല്ലായിടത്തും പിസ്ത വാരിയിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ചില ഡെസേർട്ട് കഴിക്കുമ്പോ അതിലും പിസ്ത. അപ്പൊ ചിക്കനിലൊരു പിസ്ത ആയിരുന്നു ഞാൻ എവിടെയൊക്കെ. പിസ്ത, ഷവായി, പിസ്ത, മറ്റേ അൽഫാം, എല്ലാം പിസ്ത. ദുബായ്ക്കാരും പിസ്ത. സത്യം കേട്ടാ. ഈ മറ്റേ വേറെ ദിവസം കോഫി ചോക്ലേറ്റ് ചെയ്താൽ നൈസായി. കോഫി ക്രീം പൊളിയായി. ബിക്കോസ് ആ കോപ്പിക്കോന്ന് പറഞ്ഞ ചോക്ലേറ്റ് എന്ത് ഹിറ്റായ സാധനം എന്നറിയാമോ? ഇപ്പോഴും ഉണ്ട് ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ. ഇപ്പോഴും നമുക്കത് കഴിച്ചാലും അത് ഭയങ്കര ഒരു ഇതാണ്. പക്ഷെ കോഫി ക്രീം ഭയങ്കര കിടിലായിരിക്കും. ആൾക്കാർ അത് വാങ്ങിച്ച് രാവിലെ അടിച്ച് കഴിഞ്ഞാൽ കിറങ്ങിയിരിക്കും, ചാടി നിൽക്കണം. അങ്ങനത്തെ ഒരു സാധനം ട്രൈ ചെയ്താൽ നൈസായി. ഇന്നത്തെ കോഫി നല്ലതല്ലായിരുന്നാ? കഫിക്കാനല്ലേ ആൾക്കാര് ഇന്നലെ മെസ്സേജ് ഒറിജിനൽ കോഫി ബീൻസ് ഇല്ലേ, അത് ക്രഷ് ചെയ്തിട്ട് പൊടിച്ചതല്ല, കോഫി കടിക്കാം. മനസ്സിലായി. ബേക്ക് ചെയ്തിട്ട് അതൊന്ന് ക്രിസ്പി ആക്കിട്ട് അതിന്റെ ചോക്ലേറ്റിനകത്ത് ഇടും. കോഫി നമുക്ക് കടിക്കാൻ കിട്ടും. കോഫി ബീൻസ് റോസ്റ്റ് ചെയ്ത അതിന്റെ ആ സ്വീറ്റ്നെസ് ഒരു ബ്ലെൻഡിങ് അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ്. അത് അങ്ങനെ അത്ര പോപ്പുലർ ആയിട്ടില്ല. ചിലത് വൈറൽ എന്ന് പറയുന്നത് ഓവർ റേറ്റഡ് ആണ് ഈ സാധനങ്ങൾ. അതായത് സാധനം നൈസായിരിക്കില്ല, പക്ഷെ ബ്രാൻഡിങ്ങിന്റെ ഇതിൽ ഭയങ്കര വൈറലാണ്. അല്ല, ഒരു പ്രാവശ്യം കഴിക്കും എല്ലാരും വൈറൽ എന്ന് പറഞ്ഞിട്ട് പോയി കഴിക്കും. 2ാമത് പ്രാവശ്യം കഴിക്കൂല. ഭൂരിഭാഗം ആൾക്കാർക്കും ഇങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടമാണ്. നീ ആലോചിച്ച് ഫിക്സ് എന്ന് പറഞ്ഞ സാധനം വൈറൽ നിന്ന് ഞാൻ വാങ്ങിച്ച് കഴിച്ചു. എനിക്കത് 2ാമത് കഴിക്കാൻ തോന്നിയിട്ടേ ഇല്ല. അപ്പൊ ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ വൈറൽ എന്ന് പറഞ്ഞത് അവര് കമ്പനി വിറ്റു. ഫിക്സാ കമ്പനി വിറ്റ് അവര് മേജർ ഷെയർ ക്യാഷ് ചെയ്ത് അവര് സെറ്റിലായി. അവര് ഷെയർ ഇപ്പൊ ഹോൾഡ് ചെയ്യുന്ന ഷേക്ക് ഫാമിലിയാണ്. ഞാൻ പറഞ്ഞേ, ഇതാണ് ബ്രാൻഡിങ്ങിന്റെ ഗുണം. അങ്ങനെയാണ് ഒരു ടൈം കമ്പനി സെല് ചെയ്യണം. അത് ബ്രാൻഡ് ഹൈപ്പിൽ നിൽക്കുമ്പോ അങ്ങ് വിൽക്കുക. ബാക്കി അവരുടെ മറ്റന്മാരുടെ തലവേദനയാ വാങ്ങിക്കണവന്മാരുടെ. അതാണ് സീൻ. അത് വളരെ കഴിവുള്ളവന്മാരായിരിക്കണം. ബിക്കോസ് ഓൾറെഡി ആൾക്കാർക്ക് മനസ്സിലാവും ഇത് ആ ഹൈപ്പിന് അത്രയുള്ള സാധനം ഇല്ല എന്നുള്ളത്. പിന്നെ ഇതിൽ വീണ്ടും നമ്മള് ആ ഒരു ട്രസ്റ്റ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത്രയും. അതുപോലെ ഫിക്സ് ചോക്ലേറ്റിൽ വർക്ക് ചെയ്ത ഷെഫ് മറ്റേതിന് പോയിരുന്നു, നമ്മളെ മറ്റേ ഒരു ടിവി ചാനൽ ഷോ വരുന്നുണ്ടല്ലോ, ഇൻവെസ്റ്റേഴ്സിന്റെ. അങ്ങനെ ഷാർക്ക് ടാങ്ക് അതിൽ വരുന്നല്ലോ. പോയി പുള്ളി എന്തോ ഒബ്വിയസ്ലി അത് ഭയങ്കര ഇതല്ലായിരുന്ന പേര് ഉണ്ടാക്കിയല്ലോ ഈ സാധനം. സ്റ്റാർട്ടപ്പ് അല്ലേ.
ഫിക്സ് എന്ന് പറയുന്നത് പ്രഗ്നന്റ് ആയിരുന്ന എനിക്ക് മനസ്സിലായി. ഒരു ബോറടിച്ചിരുന്നപ്പോ തുടങ്ങിയ സാധനം. പുള്ളിക്കാരിയുടെ ക്രേവിംഗ് ആയിരുന്നു. വല്ലാത്ത ക്രേവിംഗ് ആയിരുന്നു കാശിന്. അതാണ് സംഭവം. 60 രൂപ. നല്ല കത്തിയല്ലേ ഈ സാധനം. പക്ഷെ എവിടെ സ്റ്റാളിട്ടാലും ക്യൂവാ, ഏത് സാധനം പുതിയ ഇറക്കിയാലും. അതല്ലേ പറഞ്ഞ ബ്രാൻഡിങ് ഭയങ്കരല്ലേ. അത് അവർക്ക് അവരുടെ വർക്കായെന്ന് പറഞ്ഞാൽ ആ ടിക്ടോക്കിൽ കയറി വൈറലായോണ്ടാണ് ഈ സാധനം. റഷ്യൻ പെണ്ണാണ് ഇത് ഇടുന്നത്. അത് തന്നെ ആ ടിക്ടോക്കിൽ വൈറലായത് എപ്പോഴാണെന്നറിയോ? ആദ്യം ഒരു വൈറലായി ഇത് ദുബായിലൊന്ന് വൈറലായി. ദുബായിൽ ആര് വൈറലായി? ദുബായിൽ ഒരു റഷ്യൻ പെണ്ണ്. ദുബായിലെ റഷ്യൻ പെണ്ണ്. അതന്നെ ഞാൻ പറഞ്ഞ ആ പെണ്ണ് ടിക്ടോക്കിൽ ഇട്ടിട്ട് വൈറലായതാ. ഇത് വൈറലാവുമ്പോ ഞാൻ B60 ഒക്കെ തുടങ്ങുന്ന ടൈമാട്ടോ. അതിന് മുന്നേ വൈറലായിട്ടുണ്ട്. പക്ഷെ അത്ര വൈറലായിരുന്നത്. വൈറലായിരുന്നു, നമ്മളുടെ ഇടയിൽ ഭയങ്കര വൈറലായിരുന്നു. പക്ഷെ ഒരു ടൈം എത്തിയപ്പോ ഇത് എപ്പോഴും വൈറലായെന്നറിയോ? വേറെ ബ്രാൻഡുകൾ കോപ്പി അടിച്ചു തുടങ്ങിയപ്പോ അപ്പോഴാണ് ഇതിന്റെ ഹൈപ്പ് ഒന്നും കൂടെ ട്രിപ്പിൾ ഡബിൾ വേറെ ലെവലിലേക്ക് പോയത്. കോപ്പി അടിച്ചില്ലായിരുന്നെങ്കിൽ അത് ആ ഒരു ഹൈപ്പിൽ തീർന്നു. അത് ന്യൂസ് ആവുമല്ലോ. ഈ സാധനത്തിന് മറ്റേ കോപ്പി അടിക്കാൻ തക്ക സാധനം ഉണ്ടെന്നുള്ളത് കേൾക്കുമ്പോ കോപ്പി അടിക്കാൻ തുടങ്ങിയിട്ട് ഒരു 100 ഫ്ലെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ബ്രാൻഡുകൾ വന്നു മാർക്കറ്റിംഗ്. അപ്പൊ അത് ഇവര് സോഷ്യൽ മീഡിയ കൂടെ എല്ലാരും ഷെയർ ചെയ്യാൻ തുടങ്ങി. വലിയ ബ്രാൻഡ്, വലിയ സംഭവം. ഇപ്പം ബ്രാൻഡിങ്ങിന് ഇങ്ങനത്തെ പല പൊടിക്കൈകളും വേണമെങ്കിൽ ഈ ബ്രാൻഡ് ഓണേഴ്സ് തന്നെ ചെയ്യാനും മതി. രണ്ടെണ്ണം ഇട്ടിട്ട് നമ്മളെ ബ്രാൻഡ് കോപ്പി അടിച്ചെന്നൊക്കെ പറഞ്ഞ് ഒരു കൂറ 2 ലുട്ടാപ്പി സാധനം ഉണ്ടാക്കി വേറെ സൈഡ് ബ്രാൻഡ് ഇട്ടാ മതിയല്ലോ. B70 ഇറങ്ങി ഞാൻ അത് പിടിച്ച് മാർക്കറ്റ് ചെയ്തു. അത് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു സാധനം നമുക്ക് നല്ല രീതിയിൽ മൈലേജ് ഉണ്ടായിരുന്നു. ഇറങ്ങിയപ്പോ B70 ഇട്ടിട്ട് തന്നെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു നമ്മള് മറ്റേ ഈ സമയത്ത് ഇത് കേട്ട് ഇറങ്ങിയിട്ടില്ല കേട്ടാ. എന്ത് തിരക്ക് നോക്കി. ഇടപ്പള്ളി വരെ എത്തണം. എത്ര ഉണ്ട്? മെട്രോ കയറി പോയാലോ? ഞാൻ ഇവിടുത്തെ മെട്രോ കയറിയിട്ടും പോയിട്ടില്ല. മെട്രോ ഞാനും കയറിയിട്ടില്ല. ഒരൊറ്റ പ്രാവശ്യം എന്തോ കയറിയിട്ടുണ്ടെന്നോ ശ്വാസൊക്കെ ആയിട്ട് എപ്പോഴോ ഇരിക്കാം. മറ്റേ ഒരു പരിപാടിക്ക് സാംസങ്ങിന്റെ ട്രാഫിക് കാണിച്ചു. നമ്മള് 10 മണിക്ക് സിനിമയ്ക്ക് എത്തും. ഷേഖ് സായിദ് റോഡിലൊക്കെ കാണുന്ന പോലത്തെ ദുബായിന്ന് ഷാർജയ്ക്കുള്ള ട്രാഫിക്. 10 മണിക്ക് സിനിമ, 9:35 എങ്ങനെ എത്തും എന്നുള്ള 9:35 ആയിട്ടുള്ളൂ. നമ്മളെത്തും 20 മിനിറ്റ് നെക്സ്റ്റ് തിയേറ്ററിൽ. ഓക്കെ ഗൈസ്, നമ്മള് കറക്റ്റ് എത്ര മണിക്ക്? 10:07 എത്തി. 10 മണി ഞാനല്ല ഇപ്പൊ മാറി. മറ്റേ എവനെ ചിലര് അജ്മൽ അമീർ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവൻ പറഞ്ഞ അപ്പൊ കറക്റ്റ് സെറ്റ്. അപ്പൊ നമുക്ക് ഓടിപ്പോയിട്ട് കയറട്ടെ ഗൈസ്. ലേറ്റായി എല്ലാം ഒന്ന് വിശ്വസിക്കുന്നു. എനിക്കൊന്ന് ഇതിന്റെ മുകളിലാണ്. ബാ, ഇതിന്റെ മുകളിലാണ്. സെക്കൻഡ് അല്ല, തേർഡാണ്. ഓക്കെ ഗൈസ്, റഷിംഗ് ഫോർ ദ മൂവി. ടാറ്റ. Day 3 guys, with Yasser, Kochi Vlogs. കഫിഖാനയിലെത്തി ഞങ്ങൾ വീണ്ടും. കഫിഖാനയിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. നമ്മളെന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാൻ വന്നതാണ്. ബിക്കോസ് വീട്ടിൽ മട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതും കൂടെ കഴിച്ചിട്ട് അവൻ്റെ ഫുഡ് യാത്ര തീരുന്ന കൊച്ചി വിട. ഞാനല്ലേ അവനും കഫിഖാനെ ഇഷ്ടപ്പെട്ടു. അവൻ കൊച്ചിയിലാണെങ്കിൽ അവൻ ഇവിടെ വരുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ അത് പറയായിരുന്നു. നല്ല ആംബിയൻസും സ്മെല്ലും കോഫി ലവേഴ്സിന് പറ്റിയ സ്ഥലമാണ് ഗൈസ്. അതുകൊണ്ടാണ് മിക്ക ആൾക്കാരും ഇവിടെ വരുന്നത്. പിന്നെ ബ്രാൻഡും കൊള്ളാം, ആംബിയൻസും കൊള്ളാം, മിനിമലിസ്റ്റിക്. ഒരു കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് ഇനിയും വളരാൻ പോകുന്നതേ ഉള്ളൂ. കത്തിക്കാൻ കൊച്ചി വലിയ ബിഗ് നെയിം ആവും. നല്ല രീതിയിൽ എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പം നമ്മളെന്തെങ്കിലും ലൈറ്റായിട്ട് ഓർഡർ ചെയ്യട്ടെ ഗൈസ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് മട്ടൻ ബിരിയാണി ഹെവി ആയിട്ട് തട്ടാം. എന്നിട്ട് അവനെ പറഞ്ഞു വിടാം. ബൈ ഗൈസ്. കൊച്ചി വന്ന് സൂപ്പ് അടിക്കുന്ന ഇതാണത്. ഗുഡ് സൂപ്പ്. നല്ല സൂപ്പാ. സാഹൽ ബായ് ഈസ് ഹിയർ. ഐ ലൈക്ക് ടൊമാറ്റോ സൂപ്പ്. ബട്ടർ കിട്ടും. അതിനൊക്കെ ഒരു ഫാനും കൂടെ ആടാ കഫിക്കാനെങ്കിൽ. ആണല്ലേ, ഞാൻ പറയാം. അവരെ എല്ലാവരും പറയും ഇവിടെ വരുന്നവരൊക്കെ ഇവിടുത്തെ ഷെയർ ഹോൾഡർമാരാ. ചിരിയാണല്ലോ അവൻ്റെ കള്ളച്ചിരി. അവൻ്റെ അല്ല ടൊമാറ്റോ അടിപൊളി. ഞാൻ വിങ്സ് പറഞ്ഞിട്ടുണ്ട്, അത് വരട്ടെ. വിങ്സും ജ്യൂസും അത് കഴിച്ചിട്ട് സ്ഥിരം സാധനങ്ങൾ ഓർഡർ ചെയ്തു. ഒരു കഷ്ണം ബട്ടർ കിട്ടും ഇവിടെ. കൊള്ളാം.
എന്നാ പിന്നെ പെപ്പറും കൂടെ എടുത്തോ. നല്ല മില്ലിട്ടാ, തൊട്ടപ്പത്തിനും പൊടിഞ്ഞു. അരിമില്ലാണ്. ഓക്കെ, കുറച്ച് ഇളക്കണം. സൂപ്പിനെ കസ്റ്റമൈസ് ചെയ്യുന്ന യാസർ. നമ്മളിങ്ങനെ എക്സ്ട്രാ ബട്ടർ വാങ്ങിച്ചത്, അതിൽ ബട്ടർ എടുത്തിട്ട് അതിൽ കുടഞ്ഞിങ്ങനെ. ഓ, അത് അത്യാവശ്യം ചെറിയൊരു സ്പൂണാണല്ലോ. ചെറിയ സ്പൂണാ, വളരെ ചെറിയ സ്പൂൺ. കുറച്ച് ഇളക, അല്ലെങ്കിൽ കൂടിപ്പോവും. ഇങ്ങനെ എടുത്തിട്ട് ഈ ബട്ടറിൻ്റെ കൂടി കോൾഡ് ബ്രൂ വന്നു, എൻ്റെ യുസ് വന്നു. ഇതാണ് എൻ്റെ ഫേവറേറ്റ് കോഫി ഗൈസ്. രണ്ട് സെറ്റാണ്. നോക്കട്ടെ ഗൈസ്, ഞാൻ ട്രൈ ചെയ്തോളാം. ബട്ടർ എടുക്കുന്നു, ഇടുന്നു. ബട്ടറിൻ്റെ ചെറിയൊരു ഇതടിക്കും അല്ലേ നമുക്ക്. ആ മധുരത്തിൻ്റെ ഇടയിൽ ഒരു ഇച്ചിരി സോൾട്ടിനെസ് കൂടെ അടിക്കുമ്പോൾ നല്ല. ഞാൻ അത്യാവശ്യം കഷ്ണം വീട്ടിലുണ്ടാക്കി കുടിക്കുമ്പോൾ ഒരു തിക്ക് പീസ് എടുത്തിടും. കുറച്ച് ഇടുള്ളൂ, ഓരോ കഷ്ണത്തിൽ ഓരോ സ്പൂണിൽ, നല്ല ഫ്ലേവർ കിട്ടുള്ളൂ. അധികം മിക്സ് ചെയ്യാൻ പാടില്ല. വൺ ഓഫ് ദി ബെസ്റ്റ് അല്ലേ, ബെസ്റ്റ് ടൊമാറ്റോ സൂപ്പ് ഇവിടെ കിട്ടുന്നതിൽ. ഈ സാധനം വേറെ ലെവലാണ് ഗൈസ്. ഇത് ലിമിറ്റഡ് മെനു ആണ്. നിങ്ങൾക്ക് വന്ന് ചോദിക്കേണ്ടി വരും. യൂസു എന്ന് വന്ന് ചോദിച്ചാൽ മതി. കോൾഡ് ബ്രൂ ആണ്, തണുത്തതാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് ദിസ് ഈസ് റിയലി ഗുഡ്. മറ്റേതെവിടെ? സ്റ്റീവിൻ്റെ ഇടപ്പള്ളിയിലാണോ? ദൂരമുണ്ടോ? അവ 5 മണിക്കേ തുറക്കുള്ളൂ ഗൈസ്. നമ്മുടെ യൂസു കലക്കിയിട്ട് അറിയോ അവനെ തുടങ്ങിയ സമയം പോലെ എനിക്കറിയാം. ലാസ്റ്റ് ടൈം ഒരു ഒറ്റ പീസ് മേടിക്കാം. എവിടെ ഇന്നാ പോണ വഴി മാത്രം. പോണ വഴിയാണോ? ഒറ്റ പീസ് പോണ വഴിക്കല്ല, വേണ്ട. ഒബ്രോണിൻ്റെ ബാക്കിലൂടെയൊക്കെ എന്തോ ആണ് അന്ന് പോയത്. ഞാൻ നോക്കട്ടെ, അവിടെ നല്ല തിരക്കാണ്. ചിലപ്പോൾ നേരത്തെ പോയാൽ നമുക്ക് എടുക്കാൻ പറ്റുമായിരിക്കും. അവനെ ജസ്റ്റ് ഒന്ന് വിളിച്ചു പറ. സ്റ്റീവിൻ്റെ അവിടെ ഫേവറേറ്റ് സാധനം. പക്ഷെ എന്നാലും ഏകദേശം ഒരു 80% ഹിറ്റും ബണ്ണും. ഈ ഒരു ചലഞ്ച് ഇവിടെ ഒരു രക്ഷയില്ല. ഫേവറേറ്റ് സാധനം കഴിച്ചാ നീ? സൂപ്പർ അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ചില്ലിയോടെ കഴിച്ചോണ്ടിരിക്കുക. വീണ്ടും ചിരിക്കുന്ന മുതലാളി, സന്തോഷമല്ല. ഞാനല്ലേ, ഞാനൊരു സ്ഥലത്ത് ചുമ്മാ പോകാല്ല. എനിക്കിഷ്ടമുള്ള സ്ഥലം ഞാൻ ഇങ്ങനെ ഫിക്സ് ആക്കി വെച്ചിട്ട് ഷെയർ ആണെന്നൊക്കെ പറഞ്ഞാലും അല്ലേ അവനും ഇഷ്ടപ്പെട്ട്. കൊച്ചിയിലാണെങ്കിൽ ഞാൻ ഇപ്പോൾ പറയുകയും ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഉണ്ടാകുമ്പോൾ പോകില്ല. ഞാൻ ശാസു ഇവര് ഉദ്ഘാടന ദിവസത്തിലാണ്, അത് കട തുറന്നിട്ടില്ല. തലേ ദിവസം ഇവരെ ബന്ധുക്കളൊക്കെ ആയിട്ട് ചില്ല് ചെയ്യണ ഒരു പരിപാടിയിലാണ് കയറി വരുന്നത്. ഞാനും ശാസും കൂടെ ഇവിടെ കപ്പിക്കാനയില്ല. അതായത് കപ്പിക്കാന തുടങ്ങുന്നതിന് മുമ്പേ തന്നെ വന്ന കസ്റ്റമർ ലോയൽ കസ്റ്റമർ. അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ മുതലാളിമാരെയും പരിചയപ്പെട്ടു. അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. അർജുൻ ഉണ്ടായിരുന്നു, റിഫായിക്കാരുണ്ടായിരുന്നു, നമ്മളെ റഫീല്, നബീല്, നീ ഉണ്ടായിരുന്നു. നീ ഇല്ലായിരുന്നോ? സോ ഗൈസ്, ഞാൻ ഇവരുടെ ഫാമിലിയെ കട തുറന്ന് അന്ന് പരിചയപ്പെട്ട അന്ന് തുടങ്ങിയ ബന്ധമാണ്. ഷെയർ ഹോൾഡർ സെറ്റപ്പ് ഒന്നുമല്ല, പക്ഷെ അന്ന് നമ്മൾ എനിക്കൊന്ന് കഴിച്ചോ പിടിയില്ല. ഫുഡ് ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നൊന്നും ഒരു ഓർമ്മയില്ല. പിന്നെ നമ്മൾ സമാധാനമായിട്ട് വന്നിട്ട് പിന്നെ റിഫൈബായി ഇങ്ങനെ പറയുന്നില്ല, ഇത് മൊത്തം ദുബായിൽ നിന്ന് കൊണ്ടുവന്ന് ഇത് ചെയ്തത് ഇന്ത്യയുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് കഥകൾ എല്ലാം ദുബായിൽ കൊണ്ടുവന്നു. എല്ലാ സാധനവും കൊണ്ടുവന്നില്ല, കുറേ സാധനങ്ങളും ഉണ്ടാകും. അപ്പം അങ്ങനെ ഇവരുടെ ഫുൾ ജേണി, കൊച്ചിയിലെ ജേണി സ്റ്റാർട്ട് പോലെ ഉണ്ടല്ലോ. സോ അവർ ജേണി സ്റ്റാർട്ട്സ് ഫ്രം ദ ഫസ്റ്റ് ഡേ. അതാണ് നമ്മുടെ ഹെൽപ്പ് വേണമെന്ന് അറിയാം. നമ്മൾ ബേസ് സെറ്റപ്പ് ആക്കുകയാണെങ്കിൽ നിന്റെ സ്ഥലം നോക്കണം. നല്ല ഏതെങ്കിലും സ്പോട്ട് കിട്ടിയാൽ ചെയ്യും. കോഴിക്കോട് എറണാകുളമാണ് എൻക്വയറീസ് ഉള്ളത്. എറണാകുളം എന്തായാലും വേണം. എറണാകുളം നൈസായിരിക്കും, വൈബ് സ്ഥലമാണ്. അല്ലല്ലേ, നീ ഇപ്പൊ ഫീൽ ചെയ്തില്ലേ കുറേ കാലം. അപ്പം പിന്നെ ആൾക്കാർ വരും, ഒരു മോട്ടിവേഷൻ ഉണ്ട്. എന്നെ പോലെയുള്ള കസ്റ്റമേഴ്സ് വേണം. നിങ്ങളുണ്ടല്ലോ, ലോയൽ കസ്റ്റമേഴ്സ് മതി. നമുക്ക് ഇഷ്ടപ്പെടണം. സാധനം ഇഷ്ടപ്പെടില്ലെങ്കിൽ വരില്ല, അതാണ് സംഭവം. ഞാൻ പെടുത്തു. അവന്റെ ബർഗറാണ് ഫസ്റ്റ് ദുബായ് പോയി ആദ്യം കഴിക്കാൻ പോണ ബർഗർ. ആദ്യം തന്നെ അത് കഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ളതിലോട്ടേ ഇറങ്ങത്തുള്ളൂ. ആ പറഞ്ഞ ഹൈപ്പിനുള്ള ഇല്ല. ഇല്ല, നീ അവൻ പറഞ്ഞു വെച്ച് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഇന്നലെ കഴിച്ച ബർഗറിനെയും കാട്ടി നല്ലതായിരിക്കണം എന്നൊരു വിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് ബീഫ് ക്വാളിറ്റി അടിപൊളിയാണെന്നും കൂടെ പറഞ്ഞുണ്ട്. പിന്നെ എല്ലാവരും നല്ലല്ലേ പറഞ്ഞത്. ശാസും എല്ലാവരും ഭയങ്കര സെറ്റപ്പ് എന്നാണ് പറഞ്ഞത് എന്റെ ബർഗറിനെ പറ്റി. അപ്പൊ എന്തായാലും ഞാൻ വന്ന് കഴിയും. ഫസ്റ്റ് തന്നെ ഫാൻസിയും ജനുവരി അല്ലേ നമ്മള് പോയി
എക്സ്പോലല്ലേ പരിപാടി നടക്കുന്നത്? ദുബായ് എക്സ്പോലല്ലേ? എക്സ്പോന്റെ അടുത്ത് ഗൈസ് നമുക്ക് ദുബായ് പോയ ഉടനെ ഫസ്റ്റ് തന്നെ പരിപാടി അത് നമ്മൾ ട്രൈ ചെയ്തിട്ട് ബാക്കി. അതിന്റെ അടുത്ത് തന്നെ അവിടെ നിന്ന് വൺ ഓഫ് മൈ ഫേവറേറ്റ് വിങ്സ്. ഒരു രക്ഷയില്ലാത്ത സോസാണ്. അവനെ ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ് ഗൈസ്. ഡ്രൈ പണ്ണൻ. ഇതിന്റെ സോസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല സോസാണ്, വെറൈറ്റിയാണ്. ഞാൻ വേറെ അടുത്ത് ഈ ടൈപ്പ് സോസ് കഴിച്ചിട്ടില്ല. ഈ ടൈപ്പ് സോസ് കഴിച്ചിട്ടില്ലല്ലോ വിങ്സിൽ. ടെക്സസിന്റെ ഫ്രൈഡ് ചിക്കൻ അറിയോ? അവരടുത്തൊരു വിങ്സ് ഇങ്ങനെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് വിങ്സിൽ. സത്യം പറഞ്ഞാൽ ഈ ഒരു സോസ് വരുമ്പം കൊള്ളാം, നല്ല അടിപൊളി. ഒരു ചിരി കഴിക്കുക. അവന്റെ ചിരി കേട്ടാണ് അവന്റെ ചിരി കേട്ട് കഴിഞ്ഞാൽ കാണുക മനസ്സിലാകുക സാധനം നൈസാണ്. അവൻ അറിയാം. ഇത് അടിപൊളി. ചൂടൊക്കെ പോയി, വിങ്സ് കഴിക്കുന്ന ഫുഡൊക്കെ ചൂടോടെ കഴിയും. നെക്കിപ്പിഴി. അങ്ങനെ കഴിക്കാൻ വേണ്ടിയായിരുന്നു ചൂട ഉദ്ദേശിച്ചു. കൊള്ളാം, അത് കാത്തിക്ക് തിന്നു. ഹലോ, അത്രേ ഉള്ളു. ഞാനിത് മറന്നുപോയി. ഒരെണ്ണം കഴിച്ചു ഓൾറെഡി. ഓ മൈ ഗോഡ്, അവന് ഇഷ്ടപ്പെട്ടു കേട്ടാ. അവൻ അതിനെ കുത്തി തിന്നു കഴിഞ്ഞു. എനിക്കൊന്നും പോലും കിട്ടിയില്ല. ഞാൻ കഴിക്കട്ടെ കഴിച്ചു. അവൻ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഇത് തീറ്റി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയുണ്ട്? അടിപൊളി. ഞാൻ പിന്നെ അങ്ങനെ ഡൈനാമിക് സോസ് പറി ടേസ്റ്റ് എനിക്ക് ഡൈനാമിക്കിന്റെ ഒരു ഫ്ലേവർ. ചെറിയൊരു ഡൈനാമിക് പ്രോൺസിന്റെ ഒക്കെ ആ ഒരു സാധനം, പക്ഷെ ഡിഫറെന്റ് സംഭവമാണ്. ക്വാളിറ്റി ഉണ്ട്, പൊളിയാ. അത് ഞാൻ പറഞ്ഞേ. ആക്ച്വലി ഡൈനാമൈറ്റിൻ്റെയും അല്ല, എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സാണ്. കറക്റ്റ് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. ഇല്ല, മുടിഞ്ഞ തിക്നെസ് ഉണ്ട്, ക്രീമിയാണ് ഭയങ്കര. ഇത്രയും കൺസിസ്റ്റൻസി. മയമല്ലേ ബേസ്? മയം ഉണ്ടാവും, മയം ഇല്ല. അപ്പം അവനെ അറിയാം, പറയാത്ത സീക്രട്ടാണ്. അല്ല, പക്ഷെ നല്ല ജ്യൂസി ആൻഡ് ക്രീമി. ഇത് കൊള്ളാം. ഇത് സിഗ്നേച്ചറാണ്. ഇതുപോലെ ഞാൻ വേറൊരിടത്തും കഴിച്ചിട്ടില്ല. കൊച്ചിയിലൊന്നുമില്ല ഈ സെയിം സാധനം അല്ലേ? 7 കൊല്ലം പഴക്കമുള്ള ചിക്കനാണോ? 7 കൊല്ലം പഴക്കമുള്ള റെസിപ്പിയാണ്. പഴകിയ മസാല അടിപൊളി, കൊള്ളാം. 7 കൊല്ലം പഴക്കമുള്ള കൂട്ടാണെന്നാണ് പറയുന്നത്. നീ ഇത് മറ്റേ കാർത്തിക്കിനെ പോലെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എത്ര ദിവസം ബ്രൂ ചെയ്ത കോഫി എന്ന് പഴകിയ കോഫിയാ എന്ന് പറയാം. അല്ല, 7 കൊല്ലം പഴക്കമുള്ള റെസിപ്പി അല്ലേ? പെറി വിങ്സ് മസ്റ്റ് ട്രൈ ആണ് ഗൈസ്. നിങ്ങൾ ട്രൈ ചെയ്ത് പോവുക, അടിപൊളി. ഇനി പോയി ബിരിയാണി കാണാം. അങ്ങനെ ഗൈസ്, നമ്മൾ കഫിക്കാനേരോട് വിട പറയുകയാണ് ഗൈസ്. ബൈ ബൈ, താങ്ക് യു. പോടാ, ഇഷ്ടമായില്ലേ? ഈ കൊച്ചി വന്നു കഴിഞ്ഞാൽ കഫിക്കാനല്ലേ വരുള്ളൂ. പോയി ബിരിയാണി കഴിച്ചിട്ട് ഗൈസ്. അങ്ങനെ ഗൈസ്, യാസറും വന്നിരിക്കുകയാണ് നമ്മളെ ഫ്ലാറ്റിലോട്ട് മട്ടൻ ബിരിയാണി കഴിക്കാൻ. അങ്ങനെ കൂടെ ഇതായിരുന്നുണ്ടോ? ഇവിടെ നമ്മളെ ഫ്ലാറ്റിലും ഇവിടെ ഉണ്ട്, എല്ലായിടത്തും. ഇതാണ് ഏറ്റവും ചെറുത്, എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഗൈസ്, നമ്മൾ മട്ടൻ ബിരിയാണി കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാം സെറ്റാക്കി പ്ലാനിലില്ലാതെയാണ്. ഇതും കൂടെ അങ്ങ് കഴിച്ചിട്ട് അവനെ പാക്ക് ചെയ്ത് വിടാന്നുള്ള പ്ലാൻ. ആര് കിടക്കണത്? ഇതാണ് കേട്ടാ യാസർ. നമ്മളെ അങ്ങനെ വേറെ ഒബ്വിയസ്ലി നമ്മളെ വീട്ടിൽ കിടക്കുന്ന പൂച്ച പിന്നെ നമ്മളെ അല്ലാതെ ഇല്ല. ഞാനാണ് വാങ്ങിച്ചത് കൊറോണ ടൈമിൽ. എനിക്ക് പ്രാന്ത് എടുത്ത് നിന്നപ്പം പേർഷ്യൻ ഡോൾ ഫേസ് എല്ലാം ചെയ്യും. അവനെ മനുഷ്യരെയും കാട്ടി ഗ്രൂം ചെയ്ത് നടക്കുന്നത്. ഓ, എൻ്റെ ഒരേ ഒരു കമ്പനിയാണ് അവൻ. എപ്പോഴും കാര്യമായിട്ടാണ്. വ്യൂ നൈസല്ലേ? മഴയൊക്കെ വരുമ്പോൾ അടിപൊളിയാണ്. ഫുൾ കട്ട വ്യൂവിൽ ഇങ്ങനെ കാണാം. ഓ നൈസ്. ആ പക്ഷി പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രോട്ടീൻ തിന്നുന്ന യാസർ. ഇല്ലല്ലേ, ഇത് എല്ലാം സ്ഥിരമായിട്ടുള്ളതാണ് ഇവിടെ. നീ എടുത്തോ, എനിക്ക് ഇഷ്ടമുള്ളത്. മട്ടൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, പാലാട. ഇവിടുത്തെ യൂട്യൂബിൽ വരെ വന്നതാണ്. കാർത്തിക് ശ്രീ റെസിപ്പി ഇട്ട ഓർമ്മയില്ലേ? അതുകൊണ്ട്
കൊച്ചി സ്റ്റൈലല്ലേ, ട്രിവാൻഡ്രം സ്റ്റൈലാണ് ഇതൊക്കെ മൊത്തം. അല്ല അത് ഡിഫറെൻറ്റ്, ഇത് വേറെ, ഇത് ഉമ്മാരെ സ്പെഷ്യലാണ്. ബിരിയാണി ട്രൈ കഴിച്ചില്ല, സോഫ്റ്റാണ്. മസാല വേറെ ടേസ്റ്റ് ആയിരിക്കും, കൊച്ചി സ്റ്റൈലൊന്നുമല്ല. ആണോ? തലശ്ശേരി ഇങ്ങനെയാണോ? നമ്മൾ ട്രിവാൻഡ്രം സ്റ്റൈലാണ് ആക്കണം. ആണോ? കാര്യമായിട്ട് ഒമാഡിയൻ ഇല്ലാന്ന് തോന്നുന്നു, ഇല്ലാന്നാണ് എൻ്റെ വിശ്വാസം. വന്നിട്ടുണ്ടാവും ഒരിക്കൽ വീട്ടിൽ, പക്ഷെ കഴിച്ചിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഓർമ്മ കിട്ടുന്നില്ല. മട്ടൻ കറി ഇതും കൂടെ ട്രൈ ചെയ്തു. ട്രിവാൻഡ്രം സ്റ്റൈൽ തന്നെയല്ല, ഇത് നമ്മളൊക്കെ പണ്ടേ തിന്നാണെന്ന സ്റ്റൈൽ തന്നെ. ഈ അപ്പം മറ്റേ ട്രിവാൻഡ്രം സ്റ്റൈലാണ്, പാലാടാന്ന് വേണ്ടി ഭയങ്കര സോഫ്റ്റ് സാധനം, അതും മട്ടനുമായിട്ടാണ് കോമ്പിനേഷൻ. നൈസ്. ഇതിനോ എടുത്തോ, രണ്ട് സെയിം തന്നെ ആയിരിക്കാം എനിക്ക്. ഇഷ്ടപ്പെട്ടു, ഞാൻ കഴിക്കട്ടെ. അപ്പം ഇങ്ങനത്തെ അപ്പം കഴിച്ചിട്ടില്ലല്ലോ ഇങ്ങനത്തെ പാലാട. ഇത് വേണ്ടത്ത സാധനം, പാലാട ക്രപ്പ് പോലെ ഇങ്ങനെ നൈസായിട്ട്. അതെ, പക്ഷെ നല്ല സോഫ്റ്റ് ആയിരിക്കും. കുറേ കഴിക്കാം, ഞാൻ 5-6 കഴിക്കും. ഇഷ്ടമായി. 10 overdose കഴിക്കട്ടെ. ചായ് വ്യക്തിക്ക് കാണുന്നു, യാസറവിടെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു. ബിരിയാണി അടിച്ച് മട്ടമായിട്ടിരിക്കണം അവൻ. എങ്ങനെയുണ്ട് ബിരിയാണി? സൂപ്പർ ബിരിയാണി അല്ലേ? കോപ്പിറൈറ്റ് നമുക്ക് മാറ്റാലോ, തനി വീട്ടിൽ തന്നെ മാറ്റാം. മട്ടനും ഇനി അവനെ കൊണ്ടുവന്ന് അവനെ കൊണ്ട് ഇനി എയർപോർട്ടിൽ വിട്ടിട്ട് വേണം ഗൈസ് ഇനി എൻ്റെ ബാക്കി പരിപാടികൾ. ഓ പിന്നെ ഞാൻ നിന്നോട് നടക്കുന്ന ബാച്ചലർ ലൈഫായിട്ടൊരു ബന്ധമില്ല ഗൈസ്. എന്നിട്ട് നാളെ നമുക്ക് കുറച്ച് വർക്ക്ഷോപ്പും പരിപാടികളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം ഇന്നത്തോടെ ഈ പരിപാടിയും ഫുഡ് അടിയൊക്കെ നിൽക്കുകയാണ്. നാളെ മുതൽ ബാക്ക് ഇൻ ആക്ഷൻ. നാളെ മുതൽ ഹെൽത്ത് കോൺഷ്യസ് ആയ എന്നെ എല്ലാവർക്കും കാണാം. യെസ്, ദാറ്റ്സ് മൈ പ്ലാൻ. ഇൻഷാല്ലാ സെറ്റാക്കും ഗൈസ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ഒരു മൂഡ് എനിക്ക് അതെ അതെ ആമീൻ ആമീൻ. അപ്പോൾ കുഴപ്പമില്ല ഗൈസ്, നമുക്ക് നോക്കാം ഇത് എത്ര നാൾ പോകുന്നുള്ളത്. എന്തായാലും ഈ പ്രാവശ്യം ഞാൻ കുറച്ച് സ്ട്രോങ് ആണ്. മട്ടൻ ബിരിയാണി ഞാൻ ഒന്ന് ലാസ്റ്റായിട്ട് ഞാൻ മട്ടൻ ബിരിയാണിയിൽ അങ്ങ് തീർത്ത്, ഇനിയില്ല, ഇനി നോ മോർ ചീറ്റ് പരിപാടീസ്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത് എയർപോർട്ടിൽ കൊണ്ട് വിട്ടിട്ട് ബാക്കി. അങ്ങനെ ഗൈസ് നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവനെ എയർപോർട്ടിൽ കയറ്റുമെന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ. ഓൾമോസ്റ്റ് 8:20 9:45 ഫ്ലൈറ്റ് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമ്മള് സനിയുടെ കൂടെ നമ്മളൊരു ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കും. ഒന്നുമില്ല കഴിഞ്ഞ് ഇന്നത്തോടെ ഇവനോടുള്ള പരിപാടി കഴിഞ്ഞു. ഓക്കേടാ, 3 ദിവസം അടിച്ചു പൊളിച്ചല്ലോ, സെറ്റായില്ലേ, ടാറ്റാ ബൈ ബൈ. അവൻ എയർപോർട്ടിൽ കൊണ്ട് ഇങ്ങനെ ചാക്കിടുന്നല്ലോ, ഞാൻ ഒരൊറ്റ കറക്കല് ഇങ്ങനെ തിരിച്ചൊരൊറ്റ പോക്കാണ്. വേറെ കറങ്ങി ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്ത് പോകുന്നത്. അപ്പൊ എന്തായാലും അടിപൊളിയാന്ന് പറ, കാണാം. ഓൾ ദ ബെസ്റ്റ് ഫോർ B60. പൊളിക്കും. ഭാവിയിലെ ഒരു ബിഗ് ഷോട്ട് ഓണ്ടർപ്രണറായി വരട്ടെ. അതെ ജപിച്ചോ. ഓക്കെ ഗൈസ്, ബൈ. ഓക്കെ ബൈ. അപ്പൊ സെറ്റ്, ബൈ, ടേക്ക് കെയർ, ടാറ്റ, ഗുഡ് നൈറ്റ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണ്ട കേട്ടാ. ഇല്ലല്ലോ, വിളിച്ചത്. ബൈ.